അവരുടെ റേറ്റ് ഇത്രയേ ഉള്ളൂ, ഇവരുടെ റേറ്റ് ഇത്രയേ ഉള്ളൂ, പിന്നെന്താ നിങ്ങൾക്ക് ഇത്ര റേറ്റ്? ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പല ക്ലയൻസും വിളിച്ചു ചോദിക്കുമ്പോൾ ഉള്ള ഫസ്റ്റ് കാര്യം ഇതായിരിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു വെഡിങ് അല്ലെങ്കിൽ ഒരു ഇവന്റ് എന്ന് പറയുന്നത് നമുക്ക് റീടേക്ക് എടുക്കാൻ പറ്റാത്ത ഒരു സിനിമ പോലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ അവിടുന്ന് ബ്രൈഡ് എൻട്രി, അവിടുന്ന് കഴിയുമ്പോൾ ഗ്രൂം എൻട്രി, അപ്പോഴത്തെ ഗസ്റ്റിന്റെ ആൾക്കാർ വരുന്നു, അവിടെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇപ്പോഴത്തെ എന്റർടൈൻമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഡാൻസേഴ്സ് റെഡിയായി നിൽക്കുന്നു. ആകപ്പാടെ ഇതെല്ലാം നടക്കുന്ന ഒരേ സമയത്താണ്. അപ്പൊ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വൺ മാൻ ആർമിയായിട്ട് ഇന്ന് കളിക്കാൻ പറ്റത്തില്ല. നമുക്ക് അത്രയും ഒരു ടീം, നമുക്ക് അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ ടീം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇവന്റ് ഒരു എററും ഇല്ലാത്ത രീതി അടിപൊളിയായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഒരു ഇവന്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്യുന്ന വെൻഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള വെൻഡേഴ്സിനെ ഞങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലാത്ത പക്ഷത്തോളം ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സമാധാനം പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എല്ലാ ഇവന്റ് കമ്പനീസും അവർ ചൂസ് ചെയ്യുന്ന വെൻഡേഴ്സ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതായിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഇവന്റ് മാനേജ്മെന്റ് കമ്പനീസിനെ ഏൽപ്പിക്കുമ്പോൾ കോസ്റ്റ് കൂടി പോകുന്നതിന്റെ കാര്യം. അതേ സമയത്ത് വളരെ കുറഞ്ഞ രീതിയിൽ ചെയ്യുന്ന വെൻഡേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ അവരെ ക്ലയന്റ് മീറ്റ് ചെയ്യുന്ന ക്വാളിറ്റിയിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവന്റ് ചെയ്യുന്ന ആൾക്കൊരു പ്രശ്നമാവില്ല. അതുകൊണ്ടാണ് ആരും വെൻഡേഴ്സിന്റെ കാര്യത്തിൽ എപ്പോഴും റിസ്ക് എടുക്കാത്തതും അതിന് കോസ്റ്റ് കൂടുന്നതും.